ഞാൻ കൊറേ ദിവസം വിളിച്ചിട്ടുണ്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാ വേറെ വെറുപ്പൊന്നും വിചാരിച്ചിട്ടാ. ഇല്ലല്ല. നിങ്ങളെ പേരെന്താണ്? അന്തപുരത്തിൽ അമ്മച്ചിയുടെ പേരെന്താ? എന്റെ പേര് ആരിഫ് ഹുസൈൻ തരുവത്ത്. അത് നമ്മള് വീഡിയോയില് ഒരു വേറൊരു പേരാണല്ലോ എന്താ കൊടുത്തിട്ടുണ്ട്, ഒരു ഒരു റിപ്പോർട്ട്. ഏതാണ്? ആരിഫുദ്ദീനാ? അത് വേറെ ആരല്ലായിരിക്കും. അതെ കാരണം. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? നിങ്ങളെന്താ വേറെ വർത്താനൊക്കെ അവിടെ? നല്ല വർത്താനം. ഇവിടൊക്കെ അവിടെ മഴ ഉണ്ടാ? മഴയൊക്കെ ഉണ്ട്. ഇവിടെ മഴയൊക്കെ ഉണ്ട്. മുമ്പത്തെ ഇതൊന്നും ഇപ്പൊ ഞങ്ങളിവിടെ 250 കുട്ടികളെ ഉണ്ട് മൊത്തം. ഇപ്പൊ ഒരു 150-175 കുട്ടികൾ ഒരു ക്ലാസ്സിൽ 2-3 കുട്ടികളൊക്കെ നഴ്സറിയിലൊക്കെയാണ്. കുട്ടികളൊന്നും അങ്ങോട്ട് മദ്രസയിലേക്ക് എത്തുന്നില്ല അല്ലെ? എത്തുന്നില്ല. എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ പോയ ആളുകൾ മതത്തിൽ നിന്നൊക്കെ അകന്നു പോവല്ലേ? അതെ, അന്ന് പോകാനാണ്. അതിപ്പം പറഞ്ഞാല് പണ്ടത്തെ ഈമാനവും പണ്ടത്തെ വിശ്വാസമൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇല്ലല്ലോ. എങ്ങനെയുണ്ട് എത്ര കുറഞ്ഞു എന്നാണ് നിങ്ങൾ പറയണേ? കുറഞ്ഞു. എന്തായിരിക്കും അങ്ങനെ കുറയണേ? എന്താപ്പെന്ന് ഇപ്പൊ പറയാനിപ്പോ എന്താണ്, അന്നത്തെ ആൾക്കാരെ അത് നമ്മളെ നബി പറഞ്ഞു, അവസാന കാലഘട്ടം ഈമാന് കുറയും, വിവരം കുറയും, ഖുർആൻ ഉയർത്തപ്പെടും, ഖുർആന് മനസ്സിൽ ഓതുന്ന ഖുർആൻ ഓതുന്ന ആളുകള് കുറയും, ഖുർആനിൽ വിശ്വാസമുള്ള ആളുകൾ കുറയുന്നൊക്കെ ഉണ്ടല്ലോ. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഖുർആനിൽ വേറെയും പറയുന്നുണ്ട്, ലോകാവസാനാകുമ്പോ ഈ മതപുരോഹിതന്മാരും വർദ്ധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുണ്ട് ആണെങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അത് പിന്നെ ഒരു മതത്തിനെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. മതം വിടുന്ന ആൾക്കാർ മതം വിടണ്ട, അല്ലാത്തവര് മതം വിടണ്ട. പക്ഷെ നമ്മള് അതിനെ എതിർക്കുക. കാരണം എന്താ പറയുക, ഓരോ വിശ്വാസം ഓരോ എതിർത്തുകൊണ്ടല്ലോ നമ്മൾ പിന്നാലെ കൂടിയത്. നമ്മൾ മതം വിടുന്നത് കിട്ടിയല്ലോ. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് നിന്റെ വീട്ടില് ഭക്ഷണം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ചാറില് രസം വെള്ളം കൂട്ടിയിട്ട് അവർക്ക് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കേണ്ടത്. അല്ല, ഇസ്ലാം തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നടന്നു പോകുമ്പോ എതിരെ ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ നടന്നു വരുമ്പോ അവന് വഴി ഇടുക്കി കൊടുക്കണം, അവന് അങ്ങോട്ട് സലാം പറയരുത്. നിങ്ങൾ ഈ യുദ്ധത്തിന് ഇറങ്ങുമ്പോ ആദ്യം തൊട്ടടുത്തുള്ള കാഫിറിങ്ങളെ കൊന്നുകൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. ഇതുവരെ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ.